കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രധാന വാർത്തകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുന്നതിനായാണ് 14 ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ്, ഞങ്ങളുടെ സൈന്യം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. റിനു ശ്രീധർ നമുക്കൊപ്പം തയ്യാറാണ്. റിനു ശ്രീധർ, വിഴിഞ്ഞമാണ് ഇന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ സംഭാഷണ വിഷയമായി നിൽക്കുന്നത്. ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമുള്ള പ്രസംഗങ്ങളൊക്കെ പൂർത്തിയായി വരുന്ന വേളയാണ്. എത്രത്തോളം ഗംഭീരമായിരുന്നു ചടങ്ങ്? സുജയ, ആയിരങ്ങളെ സാക്ഷി നിർത്തി തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ ട്രയൽ റൺ ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ഷിപ്പിംഗ് സഹമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായിരുന്നു എന്നുള്ളതാണ്. MLA-മാർ അതുപോലെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പക്ഷേ പ്രതിപക്ഷത്തിന് ക്ഷണിച്ചില്ല, പ്രതിപക്ഷ നേതാവിന് ക്ഷണിച്ചില്ല എന്നുള്ള ആരോപണം. ഒപ്പം ഇതിന്റെ ഒരു പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഇരു വിഭാഗങ്ങളും നടത്തുന്ന ചർച്ചകളും സംവാദങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെയായിരുന്നു വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി, ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി, തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരിയുടെ മലയാളികളുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. 3 മാസത്തിനകം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്ത് നാടിന് സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായി നൽകാൻ കഴിയുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ കേരളം ഇപ്പോൾ പനിക്കിടക്കയിൽ കിടക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നുണ്ട്? കോളറയടക്കം തലസ്ഥാനത്ത് പടരുകയാണല്ലോ. തീർച്ചയായും ഏറ്റവും അവസാനമായി 6 പേർക്കാണ് തലസ്ഥാന നഗരിയിൽ കോളറ സ്ഥിരീകരിച്ചത്. നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഹോസ്റ്റലിൽ നിന്ന് പടർന്നു പിടിച്ച കോളറ എവിടെ നിന്നാണ് എന്നുള്ളൊരു ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനായില്ലെങ്കിൽ പോലും കൃത്യമായി തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. 17 പേർ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോളറ ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്കനുസരിച്ച് 8 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6 പേർക്ക് അവസാനമായി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. അപ്പോഴും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മൊത്തത്തെ പനി സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ 13,000-ലധികം പേർ പനി കാരണം ചികിത്സ തേടി. ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഏകദേശം 30 ദിവസത്തിനകം 30ഓളം പേർ മരണപ്പെട്ടു. പനി കാരണം, എലിപ്പനി ഉൾപ്പെടെയുള്ള വിവിധ പനികൾ കാരണം മരണപ്പെട്ട സാഹചര്യം തന്നെയാണ്. റിനു, PSC-യുമായി ബന്ധപ്പെട്ട കോഴ വിവാദം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് യുവമോർച്ച ഒരു പ്രതിഷേധ മാർച്ചിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മാർച്ച് നടന്നോ? തീർച്ചയായും PSC-യിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ TV തന്നെ വലിയ രീതിയിലുള്ള ഒരു ലൈവത്തോടും വാർത്തകളും കൃത്യമായി തന്നെ നിയമന നിരോധനത്തെക്കുറിച്ച് നൽകിയിരുന്നു. തുടർന്ന് ഒക്കെ തന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. അല്പസമയത്തിനകം ഏകദേശം 1 മണിയോടുകൂടിയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം PSC ആസ്ഥാനത്തേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പോലീസും കനത്ത ജാഗ്രതയിലാണ്. ഈ മാർച്ചിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം. നമ്മൾ നേരെ പോകുന്നു കോഴിക്കോട്ടേക്ക്. കോഴിക്കോട്ട് നിന്ന് ദീപക് മലയമ്മ തയ്യാറാണ്. ദീപക് മലയമ്മ, PSC ആസ്ഥാനത്തേക്കുള്ള യുവമോർച്ചയുടെ മാർച്ചിനെ കുറിച്ചാണ് ഇപ്പോൾ റിനു ശ്രീധർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണല്ലോ ഇതിന്റെ പ്രഭവ കേന്ദ്രം. പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണത്തിനൊപ്പം തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തൽ, ഗൂഢാലോചന സിദ്ധാന്തം ഒക്കെ പുറത്തുവരികയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജയ, വാർത്ത ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ വിശദീകരണ കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. അതിൽ പ്രമോദ് കോട്ടൂളി പറയുന്നത് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ അറിവോടുകൂടിയാണ് ഈ വാർത്ത ചോർത്തി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വലിയ ഗൂഢാലോചന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്, തന്നെ ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി പ്രമോദ് കോട്ടൂളി ഉയർത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾക്ക് കൂടി റിയൽ എസ്റ്റേറ്റ് ബന്ധം ഉണ്ട് എന്നുള്ള ആരോപണവും കൂടി പ്രമോദ് കോട്ടൂളി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുമ്പോഴും പാർട്ടി അന്വേഷണ കമ്മീഷൻ ആ വിശദീകരണം പൂർണ്ണമായും തൃപ്തിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളെ ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള വിവരം തന്നെയാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കോഴിക്കോട് പാർട്ടിയിൽ പ്രത്യേകിച്ച് ഇരു ചേരികളായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. സുജയ, ദീപക്, യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഉണ്ടായിരുന്നല്ലോ. വൈശാൽ കല്ലാട്ടിന്റെ പരാതിയിൽ എന്താണ് സംഭവിക്കുന്നത്?
9-ാം തീയതിയാണ് ആ പരാതി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വൈശാൽ കല്യാട്ട് കൊടുക്കുന്നത്. പക്ഷേ കമ്മീഷണർ ആ പരാതി മെഡിക്കൽ കോളേജ് ACPക്ക് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിൽ നിന്ന് വൈശാൽ കല്യാട്ടിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ വൈശാലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതായത് സുജയ തന്നെ നയിച്ച ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. അന്ന് വൈശാൽ കല്യാട്ടിൽ കൃത്യമായ മറുപടി ഇല്ലാതെ നിൽക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമായി വരികയും ചെയ്തത്. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഈ ഹോമിയോ ഡോക്ടറുടെ ഭർത്താവ് പ്രമോദ് കോട്ടൂളിക്കെതിരെ പരാതിയില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPM ഈ കാര്യത്തിൽ ഒരു പരാതിയും ഇല്ല എന്നുള്ള നിലപാടിലേക്ക് പോവുകയും ചെയ്തു. അതിന് പിന്നാലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി വരുമ്പോൾ അത് ഒന്ന് പരിശോധിക്കുക, പ്രാഥമികമായി അതിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസും നോക്കുന്നത്. അങ്ങനെ കഴമ്പില്ല എങ്കിൽ ആ പരാതി തള്ളിക്കളയാനാണ് പോലീസ് തീരുമാനിക്കുകയും ചെയ്യുക. സുജയ, ഓക്കെ, നമുക്ക് ഈ കോഴയിൽ നിന്ന് നേരെ കോഴിക്കോട്ടെ കള്ളന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കിടിലൻ കള്ളനെ 24 മണിക്കൂറിനുള്ളിൽ കസബ പോലീസ് പിടിച്ചെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് നല്ല തമാശയാണ്. അതായത് 110 കേസുകളാണ് അദ്ദേഹത്തിന് എതിരെയുള്ളത്. അതെല്ലാം മോഷണ കേസുകളാണ്. കഴിഞ്ഞ ജൂൺ 6-ാം തീയതിയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് 3 വർഷത്തെ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ ഏതാണ്ട് 3 കടകൾ കുത്തി തുറന്നു. അതിൽ നിന്ന് 28,000 രൂപയോളം മോഷ്ടിക്കുകയും ചെയ്തു. ഈ പണം എടുത്ത് കൃത്യമായി ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് പ്രതി സക്കറിയ തയ്യാറായിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് സെക്കൻഡ് ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കും. ആ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഫോയിൽ കയ്യിൽ വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പോലീസ് എങ്ങാനും വരികയാണെങ്കിൽ താൻ സിനിമയ്ക്ക് പോയിട്ട് വരികയാണ് എന്നുള്ള വാദം ഉയർത്തുകയും ചെയ്യും. ആ വാദം വരുന്ന മുറയ്ക്ക് പോലീസ് ഒരു പക്ഷേ അത് വിശ്വസിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. ഇയാൾ ഈ ടിക്കറ്റ് എടുക്കുകയും നഗരമധ്യത്തിൽ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു ആയുധം വാങ്ങി അത് ഒളിപ്പിച്ച് വെക്കും. പിന്നീട് ആ കണ്ടുവെച്ച ഇടത്തേക്ക് പോയി അത് കുത്തി തുറന്ന് അവിടെ നിന്നും പണം അപഹരിക്കും. മറ്റ് സാധനങ്ങളൊന്നും തന്നെ മോഷ്ടിക്കുന്ന ശീലമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൃത്യമായി പണം കിട്ടുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോവുക, ആർഭാടമായി ജീവിതം നയിക്കുക എന്നുള്ളതാണ്. 14 വയസ്സ് മുതൽ ഇതുവരെ 110 കേസുകൾ സക്കറിയക്കെതിരെ, കളരാതിരി സ്വദേശിയാണ് കൊടുവള്ളി, പോലീസ് പിടിച്ചതെന്ന ചുരുക്കം. ദീപക് മലയമ്മയാണ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഓക്കെ ദീപക്, നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. തുഷാര പ്രമോദ്, കണ്ണൂരിൽ എന്തൊക്കെയുണ്ട് വാർത്തകൾ? സുജിയ, കണ്ണൂരിൽ ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിട്ടുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ SNDPക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ഇന്നലെ പയ്യന്നൂരിൽ നടന്ന ധൻരാജ് അനുസ്മരണത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിലെ പ്രസ്താവനയാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത്. SNDP ശ്രീനാരായണ ഗുരുവിനെ മറക്കുന്നുവെന്നും സ്വത്ത് രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നുവെന്നും BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് LDFിൽ നിന്ന് വലിയ രീതിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് വലിയ രീതിയിൽ ഒരു വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് BJPയോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സാമുദായിക സംഘടനകളിൽ നിന്നെല്ലാം ഇടതുപക്ഷത്തിനോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് നവോത്ഥാന ഒരു സമിതി രൂപീകരിച്ചിരുന്നത്. ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ വെള്ളാപ്പള്ളി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് അടുത്ത സമയങ്ങളിൽ ഈ ആശയത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതൊക്കെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന അടുക്കുന്നു എന്ന വിമർശനം MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നു. തുഷാര, പോലീസ് അസോസിയേഷന്റെ ഒരു ഓൺലൈൻ യോഗത്തിനിടയിൽ വലിയ ചീത്തവിളിയായിരുന്നു എന്ന് കേട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? അത് സുജി, ഇത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രിയിൽ നടന്ന ഒരു സംഭവമായിരുന്നു. പോലീസ് അസോസിയേഷൻ്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നതിനിടെ കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലെ 2 SIമാർ ഈ ഒരു മീറ്റിങ്ങിലേക്ക് കയറി ഈ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ തെറി വിളിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ പോലീസുകാർ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവരായിരുന്നില്ല. മറ്റെവിടെ നിന്നോ കിട്ടിയ ലിങ്കിൽ കയറിയിട്ടാണ് ഇവർ ഈ ഒരു മീറ്റിങ്ങിൽ കയറുകയും നേതാവിനെ തെറി വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസുകാർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ നേതാവ് ആരോപിച്ചത് ഇവർ മദ്യപിച്ച് ഇത്തരത്തിൽ തെറിവിളിച്ചു എന്നാണ്. നേതാവിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരിശോധനയ്ക്ക് എത്തുമ്പോൾ തന്നെ ഈ SIമാർ സ്റ്റേഷൻ വിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും നടപടി ഉണ്ടായിരിക്കും. കണ്ണൂരിൽ ഇന്ന് പ്രത്യേകിച്ച് ബഹുജന പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
തീർച്ചയായും സുജയ, മാഹി ബൈപ്പാസിനെ സംബന്ധിച്ച് CPM-ന്റെ ഒരു ജനകീയ പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട്. മാഹി ബൈപ്പാസ് ഉദ്ഘാടനം കഴിഞ്ഞത് മുതൽ തന്നെ വലിയ വിവാദങ്ങളാണ് അതിനെ തുടർന്നുണ്ടായിരുന്നത്. അവിടുത്തെ ട്രാഫിക് ജംഗ്ഷനിൽ നിരന്തരം അവിടെ അപകടങ്ങൾ ഒരു തുടർക്കഥയായിട്ടുണ്ടായിരുന്നു. നമ്മളതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ അതിന് വാർത്തയും നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തന്നെ LDF-ന്റെ ഭാഗത്തു നിന്ന് നിരവധി സമര പരമ്പരകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴായി കഴിഞ്ഞാലും അവിടെ ഒരു ടോൾ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തികഞ്ഞ അശാസ്ത്രീയതയാണ് അവിടുത്തെ എല്ലാ നിർമ്മാണത്തിലും കാണാനുള്ളത്. ടോൾ ബൂത്തിലൂടെ കടന്നു പോവാതെ തന്നെ ആളുകൾ സർവീസ് റോഡുകൾ വഴി കയറാനും ഇറങ്ങാനും സാധിക്കുന്ന രീതിയിലാണ് അവിടെ ടോൾ ബൂത്ത് പോലും സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ സിഗ്നൽ സംവിധാനത്തിൻ്റെ അശാസ്ത്രീയത കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ എതിരെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിപ്പാത വരണമെന്നുള്ള ആവശ്യവും ഈ സിഗ്നൽ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കണം തുടങ്ങിയുള്ള സർവീസ് റോഡുകൾ. പ്രമോദാണ് കണ്ണൂരിൽ നിന്നുള്ള ഇന്നത്തെ ജില്ലാ വാർത്തകൾ പങ്കുവച്ചത്. ഇപ്പോൾ സംഭവിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. കാസർഗോഡ് നിന്ന് AK അഭിലാഷ് തയ്യാറാണ്. അഭിലാഷ്, കാസർഗോഡ് എന്താണ് വാർത്ത? സുജിയ പാർവതി, സ്കൂളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളാണ് ഇപ്പോൾ കാസർഗോഡ് നൽകാനുള്ളത്. അതിലൊന്ന് ആശങ്കപ്പെടുത്തുന്നു, അതേ സമയത്ത് ഒന്ന് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇതിൽ ആശങ്കപ്പെടുന്ന വാർത്ത കാസർഗോഡ് ചിത്താരി സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു, റാഗിംഗ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ ഷൂ ധരിച്ചെത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. അതിനുശേഷം ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ വിവരം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിവരം പുറത്തു വന്നിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ചയോട് കൂടി തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. ഉടൻ തന്നെ ഹോസ്ദുർഗ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. 15 കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ഇന്നലെ തന്നെ കുട്ടികളോട് സ്കൂളിൽ വരരുതെന്ന് നിർദ്ദേശിക്കുകയും ഇന്ന് സ്കൂളിൽ അച്ചടക്ക സമിതി ചേരുകയും ഈ കണ്ടാലറിയാവുന്ന അല്ലെങ്കിൽ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായ 6 കുട്ടികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കുട്ടികളെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ സ്കൂളുകൾ പറയുന്നത്. ഏതായാലും റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയെയും സ്കൂളിൽ വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ശരി അഭിലാഷ്, നല്ല വാർത്ത പറയൂ. വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായ ഏതെങ്കിലും വാർത്തയാണോ? തീർച്ചയായിട്ടും നമ്മൾക്ക് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് +1 വിഷയവുമായി ബന്ധപ്പെട്ട സീറ്റുകളുടെ പോരായ്മകൾ. 1000-ലധികം കുട്ടികൾക്കായിരുന്നു സീറ്റുകളുടെ കുറവുണ്ടായിരുന്നത്. ഇന്നലെ 18 ബാച്ചുകളാണ് ഇവിടെ കാസർഗോഡ് അനുവദിച്ചിരിക്കുന്നത്. 14 കൊമേഴ്സ് ബാച്ചുകളും അതോടൊപ്പം തന്നെ 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 1 സയൻസ് ഗ്രൂപ്പുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടികൾക്ക് സീറ്റുകൾ ലഭിക്കുന്നു. അതേസമയത്ത് ചെറിയൊരു പ്രശ്നമുള്ളത്, സയൻസ് ഗ്രൂപ്പ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഗ്രൂപ്പിൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ഏതായാലും കുട്ടികൾക്ക് ആവശ്യത്തിലേറെ സീറ്റുകൾ ഇപ്പോൾ ലഭ്യമാകുന്നു എന്നുള്ളത് ആശ്വാസകരമായ. കാസർഗോഡ് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുന്ന വാർത്തയാണ് ഇപ്പോൾ AK അഭിലാഷ് പങ്കുവച്ചത്. മലപ്പുറത്ത് എന്തായി കാര്യങ്ങൾ നോക്കാം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അഷ്കർ അലി, കാസർഗോഡ് ഒരു നേരിയ ആശ്വാസം സീറ്റ് പ്രതിസന്ധിയിൽ ഉണ്ടാകുന്നുണ്ട്. പാലക്കാട്ടും കോഴിക്കോട്ടും മലപ്പുറത്തുമൊക്കെ എങ്ങനെയാണ് പ്രതിസന്ധി അവസാനിക്കാറായോ? സുജയ, മലബാറിൽ ഇപ്പോഴും പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ തന്നെ പ്രതിസന്ധി തുടർന്നു എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. ഏറ്റവും കൂടുതൽ ഇപ്പോഴും രൂക്ഷമായി പ്രതിസന്ധി അനുഭവിക്കുന്നത്, അഥവാ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പോലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ്. 4383 വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠനത്തിന് അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു. കോഴിക്കോട് 2250 വിദ്യാർത്ഥികൾ പഠനത്തിന് അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു. മലപ്പുറം ജില്ലയിൽ 120 ബാച്ചുകളാണ് സർക്കാർ ഇത്തവണ താൽക്കാലികമായി അനുവദിച്ചിരിക്കുന്നത്. ഈ 120 ബാച്ചുകളിൽ ഒരു ക്ലാസ്സിൽ പരമാവധി വിദ്യാർത്ഥികളായ 65 പേരെ പരിഗണിച്ചാൽ പോലും പിന്നീട് 2000-ഓളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ മലപ്പുറത്തുമുണ്ട്. സ്വാഭാവികമായും നോൺ ജോയിനിങ് വിദ്യാർത്ഥികളടക്കം വെട്ടിമാറ്റിയിട്ട് പോലും പുതിയ ബാച്ചുകൾ അനുവദിച്ച ശേഷവും പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ സീറ്റ് പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. അതിനുകൂടി പരിഹാരം വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സയൻസ് സീറ്റ് പ്രതിസന്ധിയുടെ വിഷയം ഇപ്പോഴും മലപ്പുറം ജില്ലയിലടക്കം നിലനിൽക്കുന്നു. ഒരു സയൻസ് സീറ്റ് പോലും നിലവിൽ സർക്കാർ മലപ്പുറത്ത് അനുവദിച്ചിട്ടില്ല. സ്വാഭാവികമായും ഉയർന്ന മാർക്ക് നേടിയിട്ട് പോലും സയൻസ് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം നിലവിൽ മലപ്പുറത്തുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, തിരൂരങ്ങാടി വ്യാജ ആർച്ച് നിർമ്മാണ കേസിൽ ഇപ്പോൾ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തിരൂരങ്ങാടിയിലെ ചുറ്റുവട്ടത്തുമുള്ള 3 സ്വദേശികളായിട്ടുള്ള നിസാർ, അതുപോലെ തന്നെ നയീം, ഫൈജാസ് എന്നീ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേർക്കെതിരെ നേരത്തെ തന്നെ വ്യാജരേഖ ചമക്കലടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പോലീസ് ചുമത്തുകയും ചെയ്തിരുന്നു. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ആ കടകൾ അടച്ചുപൂട്ടുകയും ഈ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല, ഈ 3 പേരിൽ മുഖ്യപ്രതിയായിട്ടുള്ള നിസാർ ഉദ്യോഗസ്ഥർക്കടക്കം ഈ
കേസിൽ പങ്കുണ്ട് എന്നുള്ള നിർണായകമായ ഒരു മൊഴി പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മലപ്പുറം വാഴയൂരിൽ ഒരു ഇടിമിന്നലേറ്റ് ഒരു വീട് തകർന്നു എന്നുള്ളതാണ്. വാഴയൂരിലെ ഗിരിജ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീടിലാണ് ഇത്തരത്തിൽ ഒരു ഇടിമിന്നൽ ആഘാതമായി തന്നെ പതിച്ചത്. വീടിലെ ജനലും വാതിലും കട്ടിലും അടക്കം പല ഭാഗങ്ങളും തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വീട്ടിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ആർക്കും ഒരു പരുക്കും ഏറ്റിട്ടില്ല എന്നതാണ് എന്നുള്ള വാർത്തയുമുണ്ട്. അതോടൊപ്പം 3 വാർത്തകൾ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ തയ്യാറായി നിൽക്കുന്നു. പ്രവീൺ, എന്തൊക്കെയായി? കാപ്പ കേസ് പ്രതിയെ സ്വീകരിച്ചു, പിന്നീട് കഞ്ചാവ് പിടിച്ചു, അങ്ങനെ അവിടെ കത്തി നിൽക്കുകയാണോ ഇന്നും ആ വാർത്തകൾ? സുജിയ, കാപ്പ കേസ് പ്രതിയെ CPM-ലേക്ക് സ്വീകരിച്ച വിഷയത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. ബാരിക്കേഡൊക്കെ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് ഈ ഒരു വിഷയത്തിൽ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. അല്പസമയം മുമ്പ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ബാരിക്കേഡിന്റെ ഇരുവശങ്ങളിലും നിന്ന് തർക്കങ്ങളും ഒപ്പം തന്നെ ഉന്തും തള്ളും ഒക്കെ നടന്നു. ഈ ബാരിക്കേഡ് വലിച്ചു മാറ്റാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. അവർ പറയുന്നത് ജില്ലയിലെ ക്രിമിനലുകളെ എല്ലാം CPM-ലേക്ക് സ്വീകരിക്കാൻ CPM-ന്റെ ജില്ലാ നേതൃത്വം തയ്യാറാകുന്നു. അത് BJP-യിൽ നിന്നും വരുന്ന ആളുകളെയെല്ലാം, ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ളവരെയെല്ലാം CPM നേതൃത്വം എടുക്കുകയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത് ഈ CPM-യുമായി ബന്ധപ്പെട്ട് കാപ്പ കേസ് പ്രതിയെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. പ്രവീൺ, ഇത് CPIM-ന്റെ തന്നെ അണികൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കുക. അതോടൊപ്പം അറിയേണ്ട മറ്റൊരു കാര്യം പ്രവീൺ, അവിടെ പലർക്കും പനിയുണ്ട് എന്ന് കേട്ടിരുന്നു. എങ്ങനെയാണ് ജില്ലയിലെ പനിക്കണക്ക് ഇപ്പോൾ നിൽക്കുന്നത്? സുജയ, ജില്ലയിൽ ഈ പനി ബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള അത് ബാധിച്ചവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മഴ അല്പം കുറവാണ്. നമുക്കറിയാം, ഈ മഴ കുറയുമ്പോൾ പനി അത് ഒഴിഞ്ഞു നിൽക്കുമെന്നാണ് സാധാരണക്കാരൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പത്തനംതിട്ടയിൽ മഴ ഇങ്ങനെ ചെറുതായ തോതിൽ പെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇനി പനിപ്പേടിയിലേക്ക് പത്തനംതിട്ട പോവുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാ ആശുപത്രികളിലും, അത് പത്തനംതിട്ട ജനറൽ ആശുപത്രി ആയാലും കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ആയാലും അടൂർ ആശുപത്രി ആയാലും അങ്ങനെ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആശുപത്രികളിലും പനിബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് ഉണർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ഡെങ്കിപ്പനി കൂടുതൽ ഇടങ്ങളിലേക്ക് ബാധിക്കുന്നതാണ് കൂടുതൽ ആളുകൾക്കൊരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും ഇപ്പോൾ ഉണർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സുജയ, ആരോഗ്യവകുപ്പ് ഉണർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രത്യേകിച്ചും ഭക്ഷണം, വെള്ളം ഇതൊക്കെ കൂടുതൽ സുരക്ഷിതമാക്കണം. മഴക്കാലമാണ്, ജലജന്യ രോഗങ്ങൾ പടരും. ആ രീതിയിലുള്ള പരിശോധനകളൊക്കെ ഊർജിതമായിട്ടുണ്ടോ പ്രവീൺ? സുജയ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്നലെ പന്തളത്ത് ഒരു ഹോട്ടലിൽ പരിശോധന നടത്തി. അവിടെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് പ്രത്യേകിച്ചും കോഴിയിറച്ചിയൊക്കെ പാചകം ചെയ്യുന്നത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അത് പരിശോധന നടത്തി ആ ഹോട്ടൽ പൂട്ടാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതാത് ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഹോട്ടലുകളിലൊക്കെ 6 മാസം കൂടുമ്പോൾ അതിൻ്റെ ഉപയോഗിക്കുന്ന ജലം പരിശോധനയ്ക്ക് അയച്ച് കൃത്യത ഉറപ്പുവരുത്തണമെന്നാണ്. പക്ഷേ പല ഹോട്ടലുകളിലും വർഷങ്ങളായി തന്നെ ഇത്തരം ജലപരിശോധനയൊന്നും നടക്കുന്നില്ല എന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും പ്രത്യേകിച്ചും ഈ പനിയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ മോശമായിട്ടുള്ള ജലമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൂടുതലും പനിബാധിതരുടെ എണ്ണത്തിൽ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഒപ്പം തന്നെ എല്ലാ തട്ടുകടകൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പരിശോധനയിലേക്കാണ്. സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് ഉറപ്പാക്കാനുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കാൻ തൊട്ടടുത്ത് കോട്ടയം ജില്ലയിലേക്ക് തന്നെ പോകാം. സുനിഷ എല്ലൂർ തയ്യാറാണ്. സുനിഷ, എന്തൊക്കെയുണ്ട് കോട്ടയത്ത് വാർത്തകൾ? പ്രതിഷേധ യോഗങ്ങളോ മറ്റു യോഗങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ കോട്ടയത്ത്?
സുജയ, പ്രധാനമായും ഇന്ന് കോട്ടയത്ത് പറയാനുള്ളത് ഒരു വീട് തകർന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു കച്ചേരിക്കടവ് ഈ ഓൾഡ് ബോട്ട് ജെട്ടിക്ക് സമീപം ഒരു വീട് പൂർണ്ണമായും തകരുന്നൊരു സ്ഥിതിയിലേക്ക് പോയിരുന്നു. ബലക്ഷയമാണ് കാരണമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വിള്ളൽ ഉണ്ടാകുന്നത് കണ്ട് രാത്രി തന്നെ വീട്ടുകാരടക്കം 6 പേർ താമസിക്കുന്ന വീടാണ്. ഇവർ ഈ വീട്ടിൽ നിന്നും അയൽപ്പക്കത്തേക്ക് മാറി താമസിച്ചിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ വീട് പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. ഇവർ പറയുന്നത് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു ഇടമാണ്, വെള്ളപ്പൊക്കത്തിൽ ഭീഷണി നേരിടുന്ന ഒരു സ്ഥലമാണ്. പിന്നാലെ തന്നെ വീടിന് ഈ ബലക്ഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇതിന് കാരണമെന്നതാണ്. നേരത്തെ വില്ലേജ് ഓഫീസർ അടക്കം സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതായിരുന്നു ഇന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം സുജയ, ഇന്ന് ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ നേതൃയോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഈ താഴെത്തട്ട് മുതലുള്ള ഒരു വിശകലനം, വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. ഈ വിലയിരുത്തലുകൾ അവലോകനം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ, അതെങ്ങനെയൊക്കെ വേണം, എവിടെയൊക്കെ കേന്ദ്രീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാകുന്നത്. ജോസ് കെ മാണി അടക്കം ഇവിടെ എത്തുമെന്നും കരുതുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെ നേതൃയോഗവും ജില്ലാ നേതൃയോഗവും ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നതാണ്. തിരഞ്ഞെടുപ്പ് വിജയിച്ചെങ്കിൽ പോലും ഇനി ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. ഒപ്പം ഫ്രാൻസിസ് ജോർജ് എംപിക്കുള്ള സ്വീകരണവും ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം സുജയ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണല്ലോ വലിയ ചർച്ചയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് കോട്ടയത്ത് സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ്. വൈകുന്നേരം കോട്ടയം നഗരത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചു, അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDFന്റെ ഒരു പ്രതിഷേധ യോഗം കൂടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം, ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ചർച്ച് ബില്ലിനെതിരെ ഇപ്പോൾ ഓർത്തഡോക്സ് പരമാധ്യക്ഷൻ ഇപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട്. അതായത് ഭയപ്പെടുന്ന ഒരു കാര്യമില്ല, ഈ ചർച്ച് ബില്ലിൽ ഭയപ്പെടുന്ന ഒരു ആവശ്യമില്ല, സഭയ്ക്ക് അത്തരത്തിലൊരു പേടിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രതികരണത്തിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. സുജയ. ഓക്കെ, സുനിഷ അയ്യല്ലൂർ, കോട്ടയത്ത് ഇന്ന് സംഭവ ബഹുലമാണ്. വാർത്തകളെല്ലാം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കോട്ടയത്ത് നേരെ ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ സന്ദീപ് രാജാക്കാട്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇടുക്കിയിൽ പ്രധാനമായിട്ടും നമ്മൾ രാവിലെ തന്നെ കൊടുത്തിരുന്നൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയിൽ അതിജീവന പോരാട്ടവേദി അടക്കമുള്ള സംഘടനകൾ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി നൽകിയിരിക്കുന്നത് അത് വിച്ഛേദിക്കണമെന്ന നിർദ്ദേശം നൽകി വനംവകുപ്പ് KSEBക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ KSEB രേഖകൾ ഹാജരാക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. 3 കുടുംബങ്ങൾക്കായിരുന്നു പുതിയതായിട്ട്, അതായത് 9-ാം തീയതി വൈദ്യുതി നൽകിയിരുന്നത്. ഇത് സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്ന ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത്. അവർക്ക് അതിലൂടെ കറണ്ട് വലിക്കുന്നതിനുള്ള അനുമതിയില്ല എന്നുള്ളതാണ് KSEBയുടെ വാദം. എന്തായിരുന്നാലും ആ വിഷയത്തിൽ മറ്റ് സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു വാർത്ത, S രാജേന്ദ്രൻ വീണ്ടും CPMനും അതുപോലെ തന്നെ അവിടുത്തെ ബാങ്കുകൾക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. സർവീസ് സഹകരണ ബാങ്ക് CPMന്റെ നേതൃത്വത്തിലാണ്. അവിടെ വലിയ അഴിമതി ആരോപണം ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാജേന്ദ്രന്റെ പ്രസ്താവന. അഴിമതി ആരോപണമൊക്കെ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ നിഷേധിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് രാജേന്ദ്രൻ പറയുന്നത് 2020 ഈ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിരുന്ന കാര്യം പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു താൻ, എന്നാൽ അതിൽ തുടർന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഹൈഡൽ പാർക്കിലേക്ക് പണം ഇറക്കിയത് മതിയായ രേഖകൾ ഇല്ലാതെയാണ്. ഒപ്പം തന്നെ ഹോട്ടൽ വാങ്ങിയതിന്റെ രേഖകൾ കൃത്യമല്ല എന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം രാജേന്ദ്രൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ചില ഡ്രൈവർമാർ അവിടെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഒപ്പം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് കറക്റ്റ് അല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെയുള്ള നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നു. നാളെ യോഗം ചേരും എന്നുള്ള കാര്യവും റോഡിൽ നിന്ന് നമുക്ക് നേരെ ഒരു വീട്ടിലേക്ക് കയറണം. എപ്പോഴാണ് മറിയക്കുട്ടിക്ക് വീടിന്റെ താക്കോൽ കൈമാറുക? പരിപാടി എങ്ങനെയാണ്? പെൻഷൻ സമരത്തിലൂടെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത പേരായിരുന്നല്ലോ മറിയക്കുട്ടിയുടേത്. തീർച്ചയായും സുജയ പാർവതി, മറിയക്കുട്ടിയുടെ പുതിയതായി നിർമ്മിച്ച KPCC നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. പാലുകാച്ചലും നടപടികളിലേക്കുമൊക്കെ കടക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഇന്ന് 3 മണിക്ക് താക്കോല് കൈമാറുവാൻ വേണ്ടി KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ തന്നെ നേരിട്ടെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. നമ്മളും അവിടേക്ക് പോകുന്നുണ്ട്. എന്തായിരുന്നാലും 3 മണിക്ക് മറിയക്കുട്ടി ചേട്ടത്തിക്ക് വീടിന്റെ താക്കോല് കൈമാറും എന്നുള്ളതാണ് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന, ഇല്ലെങ്കിൽ പ്രതിഷേധ സ്വരമായി മാറിയ പല പ്രതിഷേധ
പ്രതിഷേധ സമരങ്ങളുടെയും മുഖമായി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന മറിയക്കുട്ടി ചേട്ടത്തിക്ക് ഒടുവിൽ വീട് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, 3 മണിക്കാണ് വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുക. KPCC അധ്യക്ഷൻ കെ സുധാകരൻ. നമുക്ക് സന്ദീപ് രാജാക്കാട് ഇടുക്കിയിലെ വിവരങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ പരിശോധിക്കുന്നു. കൊല്ലത്തേക്ക് അടുത്തതായി ദിലീപ് ദേവസ്യ, എന്തൊക്കെയുണ്ട് കൊല്ലത്ത് വിശേഷം? കൊല്ലത്ത് സുജയ, നമ്മൾ നിരവധി വാർത്ത നൽകിയ കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി എന്നുള്ള പ്രധാന വാർത്തയാണ് ഒന്നുള്ളത്. 13 പേരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഇവർ ജാമ്യം നൽകുകയാണെങ്കിൽ കൂടുതൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. കോടികളുടെ അഴിമതിയാണ് ഈ ബാങ്കിൽ നടന്നിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് കോടികളുടെ തട്ടിപ്പ് ഈ ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നാണ് ഇവർ കണ്ടെത്തി. പിന്നീടുള്ളതൊരു ദുഃഖകരമായ വാർത്ത, പുനലൂരിൽ KSCB താൽക്കാലിക ജീവനക്കാരന് ഷോക്കേറ്റു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത. ഇന്ന് രാവിലെ ആയിരുന്നു പുനലൂർ സ്വദേശിയായ സെൽവന് ഷോക്കേറ്റത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു KSCB ഇവിടെ സുരക്ഷാ വാരാചരണം വരെ നടത്തിയത്. ഇതിനിടയിൽ ഈ ആഴ്ച ഇദ്ദേഹത്തിന് ഷോക്കേറ്റത് ഒരു സുരക്ഷാ വീഴ്ചയാണെന്ന് ഇവരുടെ ബന്ധുക്കളടക്കം മെച്ചപ്പെട്ടിട്ടില്ല എന്ന് സുജിയ, ചോദ്യം വ്യക്തമായിട്ടില്ല. അതായത് KSCBയുടെ സബ്സ്റ്റേഷനിൽ വെച്ചാണോ ഈ താൽക്കാലിക ജീവനക്കാരന് ഷോക്കേറ്റത്? സബ്സ്റ്റേഷനിൽ ജോലിക്കിടെ എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സ്ഥിരം ജീവനക്കാരുണ്ട്. താൽക്കാലിക ജീവനക്കാരനാണ് സെൽവൻ. ഇന്ന് ജോലിക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഷോക്കേറ്റത്. അദ്ദേഹത്തിനെ പുനലൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ബന്ധുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരടക്കം പറയുന്നത് സുരക്ഷാ വീഴ്ചയാണ് സംഭവത്തിന് കാരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത പുനലൂരിൽ നിന്നുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തുമുള്ള അതിഥി തൊഴിലാളികൾക്കുമായി എത്തിച്ച 30 കിലോ കഞ്ചാവുമായി 3 പേർ, അതായത് കാപ്പാസ് കേസിൽ അറസ്റ്റിലായ പ്രതികളടക്കമുള്ള 3 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാനവാസ്, അജിത്ത്, ജസിൽ എന്ന് പറയുന്ന 3 പേർ ഒറീസയിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവുകൾ ചെറിയ പാക്കറ്റുകളാക്കി വിദ്യാർത്ഥികൾക്കും അതുപോലെ ആ പ്രദേശങ്ങളിലുള്ള അതിഥി തൊഴിലാളികൾക്കും നൽകുന്ന സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ 3 പേരെയാണ് ഇപ്പോൾ ഈ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുജിയ, ശരി. ദിലീപ് ദേവസ്യാണ് കൊല്ലത്ത് നിന്നുള്ള ഇന്നത്തെ സംഭവ വികാസങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇനി പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് നിന്ന് PT മുഹമ്മദ് ജസീം നമുക്കൊപ്പം. PT മുഹമ്മദ് ജസീം, എറണാകുളത്ത് എന്തൊക്കെയുണ്ട് വാർത്തകൾ? സുജയ, ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മഹിളാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാഹസ് ക്യാമ്പ് എന്നുള്ള ഒരു ക്യാമ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാകാൻ കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള KPCCയുടെ പ്രസിഡന്റ്. ജസീം, ആ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ടല്ലോ. എന്താണ് ഈ മഹിളാ സാഹസ് ക്യാമ്പ്? എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും മഹിളാ സാഹസ് ക്യാമ്പ് എന്നാണ് പേരിട്ടിരുന്നെങ്കിലും അവരുടെ പാർട്ടി തലത്തിലുള്ള അവരുടെ ഈ വനിതാ വിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ക്യാമ്പ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ അവർ പ്രവർത്തന വീതിയിലേക്ക് മികച്ച രീതിയിൽ മുന്നേറാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു തുടക്കം കൂടിയായിരിക്കും ഇന്നത്തെ ക്യാമ്പ് എന്ന് പറയാം. എന്തായാലും വിഴിഞ്ഞത്തെ ഈ ഒരു പ്രതിപക്ഷത്തെ അവരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഇന്ന് അത്രത്തോളം വലിയ ഒരു രൂപത്തിലാണ് ആ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് എറണാകുളം എന്ന് പറയുമ്പോൾ ചർച്ചയായത് AI കോൺക്ലേവ് ആണ്. AI കോൺക്ലേവിൽ എങ്ങനെയുണ്ട് പങ്കാളിത്തം? എത്രത്തോളം വിപുലമാണ് പരിപാടി? അതെ, 2000-ഓളം പ്രതിനിധികളാണ് ജെൻ AI കോൺക്ലേവിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമാണ് ആ പരിപാടി നടക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ 17 സെഷനുകളാണ് നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിവര സാങ്കേതിക വിദ്യയിൽ അതൊരു വലിയ മുന്നേറ്റം നടത്താനുള്ള ശ്രമം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം. വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ വിവിധ സർവകലാശാലകളുമായി കേരളത്തെ വിവര സാങ്കേതിക സർവകലാശാല ഒപ്പുവെക്കുന്നുണ്ട്. പല കരാറുകളും സമാപിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് എറണാകുളം ജില്ലയിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് PT മുഹമ്മദ് ജസീമാണ്. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ അഞ്ജലി ശ്രീധരാജ് ആലപ്പുഴയിൽ നിന്ന് തയ്യാറാണ്. അഞ്ജലി, ആംബുലൻസിന് നേരെയുള്ള യുവാക്കളുടെ വെല്ലുവിളി രാവിലെ വന്ന വലിയൊരു വാർത്തയാണ്. എന്തൊക്കെയുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ?
സുജയ, അതെ, ആലപ്പുഴയിൽ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. രോഗിയുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിന് തടസ്സം നിർത്തി യുവാക്കളുടെ വെല്ലുവിളിയാണ്. അതായത് നാഗരക്കുളം വയ്യാങ്കരയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ കാർ ഓടിച്ചുകൊണ്ടുള്ള യുവാക്കളുടെ അഭ്യാസ പ്രകടനമായിരുന്നു. തുടർന്ന് ആംബുലൻസിന് വട്ടമിട്ട് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ വരെ ഈ യുവാക്കൾ ശ്രമിച്ചു. ശൂരനാട് സ്വദേശികളായ യുവാക്കളാണ് ഇത്തരത്തിൽ ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തും വിധം കാർ ഓടിച്ചത്. ആംബുലൻസ് ഡ്രൈവർ വിഷ്ണു, അതായത് ഈ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ആംബുലൻസിൽ തിരികെ എത്തി, അതായത് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ പരാതി നൽകി. ഈ യുവാക്കൾക്കെതിരെ ആംബുലൻസിന് ഇത്തരത്തിൽ, അതായത് കാറ് ആംബുലൻസിനെ കുറുകെ വട്ടമിട്ട് ഈ യുവാക്കൾ ഈ വിഷ്ണുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തും വിധം യുവാക്കൾ വലിയ രീതിയിൽ അഭ്യാസ പ്രകടനം മുന്നിലൂടെ നടത്തുകയായിരുന്നു. ഇത്തരത്തിൽ വിഷ്ണു ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സുജയ, ആലപ്പുഴയിൽ നിന്നും വരുന്ന മറ്റൊരു പ്രധാന വാർത്ത, ഈ നടുറോഡിലാണ് അഭ്യാസം കാട്ടിയത്. കാറ് വട്ടമിട്ട് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണ് അഞ്ജലി? അതായത് ആംബുലൻസ് ഇത്തരത്തിൽ ഹോൺ അടിച്ചതിനെ തുടർന്ന്, നമുക്കറിയാം ഇപ്പം രോഗിയുമായി പോകുമ്പോൾ ആംബുലൻസിന് സ്വാഭാവികമായിട്ടും ഹോൺ അടിച്ചിട്ടൊക്കെയാണ് ആംബുലൻസ് പോവുക. അപ്പോൾ ഈ ഇത്തരത്തിൽ ഹോൺ അടിച്ചത് യുവാക്കളെ പ്രകോപിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആംബുലൻസിനെ, അതായത് പോകാൻ സമ്മതിക്കാതെ വലിയ രീതിയിൽ അഭ്യാസ പ്രകടനം ഈ യുവാക്കൾ നടത്തിയത്. തുടർന്ന് ആംബുലൻസിനെ, അതായത് വട്ടമിട്ട് ആംബുലൻസിന് കുറുകെ നിർത്തിക്കൊണ്ട് ഈ വിഷ്ണു എന്ന ഡ്രൈവറിനെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഹോൺ അടിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. കർഷകർ വലിയ രീതിയിൽ ആശങ്കയുടെ ഹോൺ മുഴക്കുന്നുണ്ട്. പക്ഷിപ്പനി പേടി അത് മാറാതെ അവിടെ തുടരുകയാണോ അഞ്ജലി? അതേ സുജയ, ആലപ്പുഴയിലെ കർഷകരെല്ലാം, അതായത് താറാവ് കർഷകർ വലിയ ആശങ്കയിലാണ്. ഈ പക്ഷി വളർത്തലും മുട്ട ഇറച്ചി വ്യാപാരം നിരോധിക്കണമെന്ന ശുപാർശയാണ് ഇത്തരത്തിൽ താറാവ് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നത്. പക്ഷിപ്പനി രോഗമില്ലാത്ത മേഖലയിൽ നിരോധനം ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ താറാവ് കർഷകരുടെ ആവശ്യം. നമുക്കറിയാം, വരും ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പക്ഷിപ്പനി ആലപ്പുഴയിൽ ഉണ്ട്. അതായത് ഇത്തരത്തിൽ പക്ഷികൾ ചത്തൊടുങ്ങുന്നതും ഈ പക്ഷിപ്പനി ബാധിച്ച ഈ കോഴികളെയും മറ്റുള്ള പക്ഷികളെയെല്ലാം, അതായത് ഈ വളർത്തു പക്ഷികളെ, താറാവ് ഉൾപ്പെടെയുള്ളവ ഈ പക്ഷിപ്പനി ബാധിച്ചതിനെ തുടർന്ന് അവയെ കൊന്നുകളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആലപ്പുഴയിൽ വലിയ രീതിയിലാണ് പക്ഷിപ്പനിയെ തുടർന്നുള്ള ഭീതിയുള്ളത്. എന്നാൽ കർഷകരെ കൂടുതൽ ആശങ്കയിലായിട്ടുന്ന ഇത്തരത്തിലുള്ള ഒരു നിരോധനമാണ്. നിരോധനം ബാധിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അഞ്ജലി ശ്രീധരാജാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? പാലക്കാട്ടേക്ക് പോകാം. ഇക്ബാൽ അറക്കൽ, പാലക്കാട്ട് നിന്ന് എന്താണ് ഇന്നത്തെ വാർത്ത? സുജിയ, പ്രധാനമായും റെയിൽവേയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് ആദ്യം നൽകാൻ ഉള്ളത്. ലോക്കോ പൈലറ്റുമാർ വലിയ രീതിയിലുള്ളൊരു സമരത്തിലായിരുന്നു. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാരാണ് കഴിഞ്ഞ ജൂൺ 1 മുതൽ വിശ്രമ സമയവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് സമരം ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേ ഒരു വിശദീകരണം നൽകുകയാണ്. ലോക്കോ പൈലറ്റുമാർക്ക് മതിയായ വിശ്രമവും അതുപോലെ തന്നെ സൗകര്യങ്ങളും തങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്നത്. മാത്രമല്ല, രാത്രി കാലങ്ങളിൽ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വിശ്രമം നൽകുന്നില്ല എന്നുള്ളതെല്ലാം തെറ്റായ ആരോപണങ്ങളാണെന്നും പാലക്കാട് ADRമായ കെ അനിൽകുമാർ അറിയിച്ചിട്ടുണ്ട്. പാസഞ്ചർ ട്രെയിനുകളിൽ ജോലിയെടുക്കുന്ന ലോക്കോ പൈലറ്റുമാർക്ക് ഒരു ദിവസം ശരാശരി 4 മണിക്കൂറും 51 മിനിറ്റും, ഗൂഡ്സ് ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന ലോക്കോ പൈലറ്റുമാർക്ക് 5 മണിക്കൂർ 56 മിനിറ്റും മാത്രമാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. മറ്റുള്ള സമയങ്ങളിലെല്ലാം ഇവർക്ക് ആവശ്യത്തിന് വിശ്രമങ്ങൾ നൽകുന്നുണ്ട് എന്നും റെയിൽവേ പറയുന്നുണ്ട്. ഈ ലോക്കോ പൈലറ്റുമാരുടെ സമരത്തെ തുടർന്ന് 95 ഗൂഡ്സ് ട്രെയിനുകളുടെ സർവീസാണ് മുടങ്ങിയത്. ഇതിനെ തുടർന്ന് തന്നെ ലോക്കോ പൈലറ്റുമാർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികളാണ് റെയിൽവേ സ്വീകരിച്ചത്. ഇത് തുടരുമെന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം പാലക്കാട് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത്, KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഹോട്ടലുകളിൽ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഹോട്ടലുകളിൽ ഇന്ന് നഗരസഭയിലുള്ള ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ഒരു പരിശോധന നടന്നിരുന്നു. തുടർച്ചയായി ഇവിടെങ്ങളിലുള്ള ഹോട്ടലുകളെ കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇതിൽ ഒരു ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഹോട്ടലുകാർക്ക് 5000 രൂപ പിഴയാണ് ഈ ഹോട്ടലുകാരിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഈടാക്കിയിട്ടുള്ളത്. മറ്റ് ചില ഹോട്ടലുകൾക്കകത്ത് അടുക്കളയുടെ വൃത്തിയില്ലായ്മ, അതുപോലെ തന്നെ അവിടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ശുചിത്വമില്ലായ്മയും കണക്കിലെടുത്തുകൊണ്ട് ഈ ഹോട്ടൽ ഉടമസ്ഥർക്ക് ഇങ്ങനെയുള്ള മിന്നൽ പരിശോധനകൾ തുടരട്ടെ, സുരക്ഷിത ഭക്ഷണം ഉറപ്പാകട്ടെ. നമുക്ക് കോടതിയിൽ എന്തുണ്ട് വാർത്തയെന്ന് നോക്കാം. ശ്യാം ദേവരാജ്, എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പ്രധാന വാർത്ത?
ഹൈക്കോടതിയിൽ നിന്ന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ചാൻസലർ കേരള സർവകലാശാലയിലേക്ക് ചാൻസലർ 4 പേരെ നേരത്തെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ആ നാമനിർദ്ദേശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു. പുതിയ നാമനിർദ്ദേശം ചെയ്യാനായിരുന്നു സിംഗിൾ ബെഞ്ച് ചാൻസലറോട് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് വീണ്ടും പഴയ ഹർജിക്കാർ തന്നെ, അതായത് SFI പ്രവർത്തകരായ അരുണിമ അശോകും ഒപ്പം നന്ദകിഷോറും വീണ്ടും ഇന്നലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചു. ഇന്നത് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ചാൻസലർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് 2 പേരുടെ ഈ 4 ABP പ്രവർത്തകരായ 4 പേരെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഒപ്പം ഇതിന് അടിസ്ഥാനമായ രേഖകൾ ഹാജരാക്കണം എന്ന നിർദ്ദേശവും കൂടി നൽകിയിട്ടുമുണ്ട്. ഹർജിക്കാർ ഈ ഹർജിയിൽ എതിർകക്ഷികളായ ചാൻസലർക്കൊപ്പം എതിർകക്ഷികളായ ഈ ABP പ്രവർത്തകർക്കും 4 വിദ്യാർത്ഥികൾക്ക് കൂടി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ മാസം 23-ന് ഈ ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. നേരത്തെ ഇത് വളരെ വിവാദമായ ഒരു നടപടിയായിരുന്നു. അതിലാണ് ഹൈക്കോടതി ചാൻസലറുടെ നടപടി നേരത്തെ റദ്ദാക്കിയത്. 2ാം തവണയും ചാൻസലർ അതേ നടപടി ആവർത്തിക്കുകയാണ് ചെയ്തത്. അത് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കാരണം കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥികളെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടത്. ഇത് വിദ്യാർത്ഥി മണ്ഡലങ്ങളിൽ നിന്ന് ആണ് ഇത്തരമൊരു നാമനിർദ്ദേശം. ഇതിനുള്ള പട്ടിക നേരത്തെ കേരള സർവകലാശാല തയ്യാറാക്കുകയും ചാൻസലർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ പട്ടിക തയ്യാറാക്കി സർവകലാശാല ചാൻസലർക്ക് നൽകുമ്പോൾ ആ പട്ടികയിൽ നിന്നല്ല ചാൻസലർ നിയമനം നടത്തിയത്. പകരം അതിന് പുറത്ത് നിന്ന് കേരള സർവകലാശാലയിലെ മറ്റ് 4 വിദ്യാർത്ഥികളെ. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. അടുത്തതായി വരുന്ന വാർത്ത കോഴിക്കോട്ട് നിന്നാണ്. സാനിയ മനോമി നമുക്കൊപ്പം. സാനിയ മനോമി, ഓഫീസിലെ ജീവനക്കാരിയെ പീഡിപ്പിച്ച ജീവനക്കാരനെതിരെ നടപടിയെടുക്കാതെ സംസ്ഥാന വഖഫ് ബോർഡ് നിൽക്കുന്ന വാർത്ത കോഴിക്കോട്ട് നിന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് മലപ്പുറം ഓഫീസിലെ ജീവനക്കാരിയുടേതാണ് പരാതി. അതായത് ഭിന്നശേഷിക്കാരിയായ ഈ ജീവനക്കാരിയെ അഹമ്മദ് ഖലീൽ എന്ന് പറയുന്ന താൽക്കാലിക ജീവനക്കാരൻ നിരന്തരമായി ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. അതായത് ഓഫീസിലെ രഹസ്യ സ്വഭാവമുള്ള രേഖകളും മറ്റും നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് സാഹചര്യം പോവുകയുണ്ടായി. ഇവർ പിന്നീട് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹിയറിങ്ങും മറ്റും CEO നേരിട്ട് തന്നെ നടത്തിയെങ്കിലും പിരിച്ചുവിടാനായി ഓഫീസ് മേധാവി ബോർഡിന് ശുപാർശ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ശുപാർശ ചെയ്ത് 2 ബോർഡ് യോഗങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതേ തുടർന്ന് ഭിന്നശേഷി കമ്മീഷണർക്കും അതുപോലെ വനിതാ കമ്മീഷനും യുവതി പരാതി നൽകിയെങ്കിലും ആ പരാതിയിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അവരുടെ പരാതി. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സാഹചര്യം എന്നതിനെക്കുറിച്ച് അറിയിപ്പൊന്നും ഈ പരാതിക്കാരിക്ക് കിട്ടിയിട്ടില്ല. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഒരു യുവതിയെയാണ് ഇത്തരത്തിൽ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും നടപടിയെടുക്കാതെ വഖഫ് ബോർഡ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. സാനിയോ, അതായത് കേൾവി സംസാര വൈകല്യമുള്ള യുവതിയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുൻഗണന നൽകേണ്ടതാണ്. പരാതിയോ തെളിവെടുപ്പോ ഒക്കെ നടക്കുന്നതിൽ എന്താണ് സംഭവിക്കുന്ന ബുദ്ധിമുട്ടിപ്പോൾ? തെളിവെടുപ്പ് നടക്കുകയും ഈ സ്ഥാപന മേധാവി വഖഫ് ബോർഡിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം താൽക്കാലിക ജീവനക്കാരനായ ഈ അഹമ്മദ് ഖലീലിനെ പിരിച്ചുവിടണം എന്നൊരു ശുപാർശയാണ് സ്ഥാപന മേധാവി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും വഖഫ് ബോർഡ് അത് പരിഗണിക്കുന്നില്ല എന്നാണ് പരാതി. കാരണം വഖഫ് ബോർഡിലെ ആരുടെയൊക്കെയോ വേണ്ടപ്പെട്ട ആയിരുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇയാൾക്കെതിരെ നടപടി പരിഗണിക്കാത്തത് എന്നാണ് അവരുടെ ആരോപണം. 2 തവണ അതിനുശേഷം ഈ ഹിയറിംഗ് നടന്നതിന് ശേഷം 2 തവണ വഖഫ് ബോർഡ് കൂടിയെങ്കിലും ആ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ സംഭവം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള RTI രേഖകൾ, അതായത് 2 തവണ ബോർഡ് കൂടിയത് ഈ അഹമ്മദ് ഖലീൽ എന്ന് പറയുന്നയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അടക്കമുള്ള RTI രേഖകളും റിപ്പോർട്ടറിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്ത. സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ സ്വയം വിരമിച്ചു. VRS അപേക്ഷ സർക്കാർ അംഗീകരിച്ചു. റിനു ശ്രീധർ നമുക്കൊപ്പം. റിനു ശ്രീധർ, എന്താണ് ഈ തീരുമാനത്തിലേക്ക് വിജിലൻസ് ഡയറക്ടറെ എത്തിച്ച കാരണം?
സുജയ 2024 മെയ് 8-നാണ് ഇദ്ദേഹം TK വിനോദ് കുമാർ VRS അപേക്ഷ നൽകിയിരുന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ പകരം ഒരാളെ കണ്ടെത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു VRS അപേക്ഷ സ്വീകരിക്കാതെ സർക്കാർ മാറ്റിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ 11-ാം തീയതിക്ക് അദ്ദേഹത്തിന് VRS നൽകുന്ന ആ ഒരു സാഹചര്യം, അതായത് ഈ അപേക്ഷ നൽകി 11 വരെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷനോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ നിലവിൽ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. 31 വർഷത്തെ ആ ഒരു സർവീസ് ഉണ്ട് ഈ IPSകാരന്. മറ്റ് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. TK വിനോദ് കുമാറിന്റെ VRS അപേക്ഷ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.